കൃഷ്ണ. ഗുരുവായൂരിലെ ഉച്ചപൂജ എന്നത് ഭഗവാന്റെ സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ രൂപത്തെ വണങ്ങുന്ന പുണ്യമുഹൂർത്താണ്. നിർമാല്യവും വാകച്ചാർത്തും ഒക്കെ കഴിഞ്ഞ് കളഭാഭിഷേകത്തോടെ ഭഗവാൻ വിരാജിക്കുന്ന ഒരു അലങ്കാര കാഴ്ച. പ്രപഞ്ചനാഥനായ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ഭക്തലക്ഷങ്ങൾ കാത്തു നിൽക്കുന്നത് ആനന്ദമൂർത്തിയായ ഉണ്ണിക്കണ്ണൻ്റെ ഉച്ചപൂജ തൊഴാനാണ്. ഭക്തൻ്റെ മനസ്സിനെ ലൗകിക ചിന്തകളിൽ നിന്ന് മോചിപ്പിച്ച് വൈകുണ്ഠതുല്യമായ ആനന്ദത്തിലേക്ക് നയിക്കുന്നതാണ് ഉച്ചപൂജ അലങ്കാരത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത്. ഇന്നത്തെ അലങ്കാരത്തിൽ ഭഗവാൻ അതിമനോഹരനായ ഒരു കൊച്ചു ഉണ്ണിക്കണ്ണനായിട്ടാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. ഒരു കൊച്ചുണ്ണി ഓടിക്കളിക്കുന്ന കൗതുകത്തോടെ ഭക്തർക്ക് മുന്നിൽ നിൽക്കുന്ന ഭഗവാന്റെ രൂപമാണ് ഇന്നത്തെ അലങ്കാരം. ആ കുഞ്ഞു കാലുകളിൽ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണകം ധരിച്ച് കുഞ്ഞു വയറിനോട് ചേർന്ന് കിങ്ങിണിയും കെട്ടിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് മനോഹരായ മാങ്ങാമാലയും വളയം പോലുള്ളൊരു മാലയും ചാർത്തിയിട്ടുണ്ട്. ഇതിന് രണ്ടിനും ഇടയ്ക്കായിട്ട് ഗോപി തിലകം ശോഭിക്കുന്നുണ്ട്. കൈകളിൽ കൈവളകളും തോളുകളിൽ തോൾവളകളും അണിഞ്ഞ് കണ്ണനിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. വലത് കൈയിൽ വെണ്ണ നിറഞ്ഞ ഒരു പാത്രവും ഇടത് കൈയിൽ ദിവ്യമായ ഓടക്കുഴലും. അങ്ങനെയാണ് ഇന്നത്തെ കണ്ണൻ്റെ അലങ്കാരം. ഉണ്ണി ഇങ്ങനെ ഓടി വരികയാണ് ആ വെണ്ണയും കൊണ്ട്. വെണ്ണയും ഓടക്കുഴലും കിട്ടിയ സന്തോഷത്തിൽ, കയ്യിൽ അത് കിട്ടിയിരിക്കുന്നു, ആ സന്തോഷത്തിൽ ഉണ്ണിക്കണ്ണൻ്റെ മുഖത്ത് അതിരറ്റ പുഞ്ചിരി വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഉണ്ണിയുടെ രണ്ട് ചെവികളിലും നെറ്റിയിലും ഗോപി ചാർത്തിയിട്ടുണ്ട്. തലയിൽ തിളങ്ങുന്ന പൊൻകിരീടത്തിന് മുകളിലായിട്ട് വെളുത്ത പൂക്കളും തുളസിപ്പൂക്കളും കൂടി കോർത്തിട്ടുള്ള തിരുമുടി മാലയാണ് ഉള്ളത്. ഒരു വശത്ത് തെച്ചിപ്പൂക്കളും വെളുത്ത പൂക്കളും കൂടി ചേർന്ന മാലയാണ് അണിയിച്ചിട്ടുള്ളത്. കഴുത്തിൽ രണ്ട് വലിയ ഉണ്ടമാലകളാണുള്ളത്. തെച്ചിയും തുളസിയും ചേർന്നതും പിന്നെ വെളുത്ത പൂക്കളും തെച്ചിയും തുളസിയും കൂടി ഇടകലർത്തി കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതുമാണ് രണ്ടാമത്തെ ഉണ്ടമാല. ഇതിനൊക്കെ പുറമെ വിധാനമായിട്ട് തുളസിപ്പൂക്കൾ പ്രധാനമായിട്ട് 5-6 ഉണ്ടമാലകളാണ് തൂക്കിയിട്ടിരിക്കുന്നത്. വെണ്ണക്കുടവും ഓടക്കുഴലും ഒക്കെ പിടിച്ച് പൂമാലകളുടെ നടുവിൽ നിന്ന് ഭക്തരെ അനുഗ്രഹിക്കാൻ ഓടിയെത്തുന്ന ആ ഭാവം ധ്യാനിക്കുമ്പോൾ ഭക്തൻ്റെ സർവ്വ ദുഃഖങ്ങളും ഇല്ലാണ്ടാവാണ്. ഭൗതികമായ ദുഃഖങ്ങളിൽ ഉരുകുന്ന ഭക്തന് ഭഗവാന്റെ ഈ പ്രസന്നവദനം പരമമായ ശാന്തിയും ആനന്ദവുമാണ് നൽകുന്നത്. നമ്മൾ ഭഗവാനിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മളിലേക്ക് ഓടിയെത്തണമെന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഭാവമാണ് ഈ അലങ്കരിച്ചിരിക്കുന്നത്. അനന്യമായ ഈശ്വരപ്രേമാണ് പ്രാർത്ഥനയിലൂടെ വെളിപ്പെടേണ്ടത് എന്നാണ്. ഭഗവാൻ ഭക്തരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആഡംബരങ്ങളല്ല, മറിച്ച് നിഷ്കളങ്കായ ഭക്തിയും ആത്മസമർപ്പണവുമാണ് എന്നുള്ളതാണ്. വെണ്ണ കട്ടുണ്ണുന്ന കണ്ണൻ ഭക്തൻ്റെ ഹൃദയത്തിലെ അഹംഭാവത്തെയാണ് കവരണത്. ലൗകിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾക്കൊക്കെ അപ്പുറത്ത് എനിക്ക് നിഷ്കാരണ ഭക്തി തരണേ കർണ എന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് കാണിച്ചു തരുന്നത്. ഇഹലോകത്തിൽ നമ്മൾ പരാജയപ്പെട്ടാലും ഭഗവാന്റെ വൈകുണ്ഠപാദങ്ങളിൽ അഭയം പ്രാപിച്ചാൽ നമ്മൾ വിജയിയായി മാറണു എന്നുള്ളതാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കാനും സദാ നാമം ജപിക്കാനും നമ്മുടെ അങ്ങനെ ജപിക്കാനും കഴിയുന്ന ഒരു നല്ല മനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാന്റെ സുന്ദരമായ ആ സ്വരൂപം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് കണ്ണൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട് എന്ന് വിശ്വാസത്തോടെ ഭക്തിപൂർവ്വം നമുക്ക് ഉറക്കെ നാമം ജപിക്കാം. ആ കുഞ്ഞു തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് സർവവും സമർപ്പിച്ച് നമുക്ക് നാരായണ നാമം ജപിക്കാം. നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ.